ഹലോ നമസ്കാരം. ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലൊക്കെ വന്നതിന് ശേഷം ബാലചന്ദ്രൻ ഹോസ്പിറ്റലൈസ് ആവുന്നുണ്ടല്ലോ, അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലാവുന്നുണ്ട്. അലീനയാണ് മുൻകൈ എടുത്ത് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നത്. അങ്ങനെ പിന്നീട് അലീനയാണ് ബൈസ്റ്റാൻഡറായിട്ട് കുറച്ചൊക്കെ അലീന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ. പക്ഷെ അതൊന്നും വൈജ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കുന്നില്ല. ഹോസ്പിറ്റലിലേക്കൊക്കെ അലീന ചെല്ലുന്നത് വൈജയ്ക്ക് ഒട്ടും സന്തോഷമുള്ള ഇഷ്ടമുള്ള കാര്യമല്ല. വൈജ അതിനെയൊക്കെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നൊക്കെ അലീനയോട് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ദേഷ്യത്തിലാണ് ആ സമയത്ത് ബാലചന്ദ്രൻ ഇവളോടൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നതിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ബാലചന്ദ്രനെ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ലല്ലോ. ബാലചന്ദ്രനാണെങ്കിൽ വൈജയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വന്നേക്കാണ്. പക്ഷെ അതൊന്നും വൈജയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിലാണ് ബാലചന്ദ്രൻ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയ്ക്കാണെങ്കിൽ ബാങ്കിലും പോകണം. അപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നത് അലീന കേട്ടോ. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരും, ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് വരും. അങ്ങനെയുള്ള സമയത്താണ് അലീനയോട് ഇങ്ങനെ ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാറ് എവിടെ പോയതായിരുന്നു, എല്ലാവരും ആകെ പേടിച്ചു പോയി, സാർ എന്താ ആരോടും പറയാതെ പോയത് എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ എനിക്ക് ആരോടും പറയാൻ തോന്നിയില്ല എന്ന് പറയാണ്. സാറിന് ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്, സാറെന്താ അതൊന്നും ചിന്തിക്കാഞ്ഞത്, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞ് തീർക്കാലോ എന്നൊക്കെ അലീന പറയുമ്പോൾ ഇതങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല എന്ന് പറയണം. അപ്പോൾ അതെന്താണ് സാർ, എന്നോട് പറയാൻ പറ്റും, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ തന്നെയാണ് പ്രശ്നം എന്ന് പറയാട്ടോ. ഞാൻ എന്ത് ചെയ്തു സാർ എന്ന് ചോദിക്കുകയാണ്. ചെയ്തില്ലേ, നീ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് അലീനയോട് ബാലചന്ദ്രൻ. അയ്യോ സാർ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞതല്ലേ മാഡം പറഞ്ഞിട്ട്, രോഹിത്തും ഹരിയൊക്കെ അല്ലേ എന്നെ ഉപദ്രവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അതാണോ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നീ വന്നതിന് ശേഷമുള്ള കാര്യമല്ലേ, നീ വന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ സാർ എന്തൊക്കെയാണ് പറയുന്നത്, സാർ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, എന്താണ് സാറ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനേ അത്ര വലിയ പൊട്ടനൊന്നുമല്ല, പക്ഷേ പൊട്ടനായിരുന്നു. 22.5 വർഷത്തോളം ഞാനൊരു പൊട്ടനായിരുന്നു, ഞാനൊരു വിഡ്ഢിയായിരുന്നു. ഇത്രയും വർഷം ഞാനൊരു വിഡ്ഢിയായി ജീവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഈ 22.5 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് അറിയാലോ. അപ്പോൾ അലീന ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയെ നോക്കുന്നുണ്ട്. ഞാൻ ഈ 22.5 വർഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ എന്തിനാണ് ഷോക്കാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാർ, സാർ എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട, നീ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ സ്വന്തം അമ്മയെ തേടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. നിൻ്റെ അമ്മയെ കാണാനല്ലേ, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണല്ലോ നീ വന്നേക്കണത് അല്ലേ എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ആകെ ഷോക്കായി പോകുന്നുണ്ട്. സാർ എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ, നീ നിൻ്റെ അമ്മയുടെ കൂടെയല്ലേ താമസിക്കുന്നത്, നിൻ്റെ അമ്മയെ തേടിയല്ലേ, നിൻ്റെ അമ്മയെ അന്വേഷിച്ചല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം. അപ്പോൾ അലീന അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നീ നിൻ്റെ അമ്മയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അലീന തരിച്ചിരിക്കട്ടോ, എന്തപ്പം മറുപടി പറയണ്ടേന്നൊന്നും അറിയാതെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി കൂടുതലൊന്നും നീ എന്നോട് ഒളിക്കാൻ നിൽക്കണ്ട, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നീ നിൻ്റെ അമ്മയെ അന്വേഷിച്ചല്ലേ വന്നത്, നിൻ്റെ അമ്മയുടെ കൂടെയല്ലേ നീ താമസിക്കുന്നത്, നിൻ്റെ സഹോദരങ്ങളായിട്ട് കാണുന്നു, നിൻ്റെ അമ്മയായിട്ടും അച്ഛനായിട്ടൊക്കെ കാണുന്നു എന്ന് പറഞ്ഞതൊന്നും വെറുതെ അല്ലല്ലോ, ശരിക്കും അങ്ങനെ തന്നെ ആയതുകൊണ്ടല്ലേ നീ അങ്ങനെ കാണുന്നത്, സ്വന്തം അമ്മയായിട്ടല്ലാതെ വേറെ ആരായിട്ട് കാണാൻ പറ്റും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ആകെ തകർന്നു പോവാണേ. എന്ത് മറുപടി പറയും ഇതിനൊക്കെ എന്നിങ്ങനെ ഓർത്തിട്ട്. സാർ ഞാൻ അത് എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ ഓരോന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ട, കൂടുതലൊന്നും പറയണ്ട, എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ഈ കുടുംബം തകർക്കാനാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ സാർ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചതേ അല്ല, ബ്രിജിത മമ്മിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ പറഞ്ഞയക്കുമ്പോൾ നിനക്കറിയാമായിരുന്നല്ലോ നീ നിൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന്, നിൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് നിനക്കറിയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ് സാർ, ആ സമയത്ത് മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നിൻ്റെ അമ്മയുടെ അച്ഛനാണ് ഇവിടെ വന്നിട്ട് പോയത്, നിൻ്റെ മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കാനായിട്ട്, മുത്തശ്ശിയെ നോക്കാനായിട്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ ഏറ്റവും ഞാനും 22.5 വർഷത്തോളം ഞാനൊരു വിഡ്ഢിവേഷം കെട്ടുമായിരുന്നു. നീ വന്നപ്പോൾ നിൻ്റെ മുന്നിലും ഞാനൊരു വിഡ്ഢിയായിരുന്നില്ലേ? നിന്നെ പ്രസവിച്ചിട്ട ഒരു പിഴച്ച് പ്രസവിച്ച ഒരു സ്ത്രീയെ 22 വർഷം സ്നേഹിച്ച് ചുമന്ന് കൊണ്ട് നടക്കുന്ന ഞാൻ നിൻ്റെ മുന്നിലും ഒരു വിഡ്ഢിയായിരുന്നില്ലേ ചോദിക്കുമ്പോൾ, അയ്യോ സാർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സാറിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയണം. മതി മതി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു. നീയും നിൻ്റെ അമ്മയും നിൻ്റെ അമ്മയുടെ ചേട്ടന്മാരും നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. എൻ്റെ ജീവിതമാണ് ഇല്ലാതായത്. അതും എന്നെ സ്നേഹിക്കാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ പൊന്നുപോലെ നോക്കി അവളെ സ്നേഹിച്ച് 3 മക്കളുമായി ഞാൻ എൻ്റെ കുടുംബം എന്ന് കരുതി ജീവിച്ചു പോന്നിട്ട് അത് നിമിഷം കൊണ്ടാണ് തകർന്നുടഞ്ഞു പോയത് എന്ന് അലീനയോട് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ്. എന്തപ്പോൾ ഇതിനൊക്കെ മറുപടി പറയണമെന്നൊന്നും അലീനയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കി. ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയണ്ടേ? ഞാൻ എങ്ങനെ ഇത് അറിഞ്ഞു എന്ന് നിനക്കറിയണ്ടേ? എങ്ങനെ അറിഞ്ഞാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ നീലഗിരിയിൽ പോയതായിരുന്നു. പക്ഷേ ഇക്കാര്യം തൽക്കാലം നീ ആരോടും പറയരുത് എന്ന് പറയാണ് അലീനയോട്. ഞാൻ നിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചതോ നീ അറിഞ്ഞതുമായിട്ട് ഞാൻ എവിടെ പോയിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നീ ആരോടും പറയാൻ നിൽക്കരുത്. സമയം വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, നീലഗിരിയിൽ പോയതായിരുന്നു. അവളുടെ ഒരു ചേട്ടനുണ്ടല്ലോ, ഒരു പട്ടാളക്കാരൻ ഗംഗാധര മേനോൻ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയതാണ്. അയാളെ ഞാൻ പോയി കണ്ടു. എല്ലാ സത്യങ്ങളും അയാളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് പറയാണ്. അപ്പോൾ അലീന ആകെ ഷോക്കായിട്ട് നിൽക്കണം. അപ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇനി ഒരുമിച്ചൊരു ജീവിതം എനിക്ക് സാധ്യമല്ല എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുമ്പോൾ സാർ എന്ന് വിളിക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് വൈജയെ ഇനി പഴയതുപോലെ സ്നേഹിക്കാനോ പഴയതുപോലെ കാണാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്താണെങ്കിലും ഒരു ദാമ്പത്യ ജീവിതം ഇനി എനിക്ക് വൈജയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തന്നെ ബാലചന്ദ്രൻ പറയുമ്പോൾ, സാർ എന്തൊക്കെയാണ് പറയുന്നത്? സാറിന് മക്കളെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അവരില്ലേ, അവരും ആകെ സെപ്പറേറ്റഡ് ആയി പോയില്ലേ? ഇനി അവരുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ് അലീന. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവരെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാളും അവളുടെ കൂടെ പിടിച്ച് ജീവിച്ചത്. എൻ്റെ മക്കൾ ഉണ്ടായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് വൈജയുടെ കൂടെ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. അതും എന്തൊക്കെ സഹിച്ചാൽ ഞാൻ ജീവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇനി മുന്നോട്ടൊരു ജീവിതം സാധ്യമല്ല എന്ന് തന്നെ പറയാണ് ബാലചന്ദ്രൻ. അലീനയും ആകെ തകർന്നു പോവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. സാർ ഇപ്പോൾ അങ്ങനെയൊന്നും തീരുമാനം എടുക്കല്ലേ, നമുക്ക് വീട്ടിലേക്കൊക്കെ പോയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ, ഇനി നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, നീ എന്നെ പറഞ്ഞതാക്കാനൊന്നും വരണ്ട. എൻ്റെ തീരുമാനത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. നിനക്ക് ഏതായാലും നിൻ്റെ അമ്മയെ കിട്ടിയല്ലോ, അതിനല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മ ഇനി ഞാൻ പറയാം, നിൻ്റെ മകളാണ് എന്ന് ഞാൻ അവളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്കും മകൾക്കും കൂടെ ജീവിക്കാം. എന്തായാലും എൻ്റെ ജീവിതമല്ലേ പോയത് എന്നൊക്കെ പറയുമ്പോൾ, സാർ എന്തായി പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ആഗ്രഹിച്ച് വന്നതല്ല. അമ്മയെ കാണാലോ അത്ര മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞ് അമ്മയുടെ സ്ഥാനോ ആ മകളെന്ന സ്ഥാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം പിടിച്ചു വാങ്ങാനോ ഒന്നും വന്നതല്ല ഞാൻ പൊക്കോളാം സാർ, ഞാൻ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറയുമ്പോൾ, നീ ഇനി എവിടേക്ക് പോവാൻ? ഇനി നീ എവിടേക്കും പോവില്ല. നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ പോവാൻ? ഇനി നിന്നെ മുൻനിർത്തിയാണ് ഞാൻ അവളോട് പകരം ചോദിക്കാൻ പോകുന്നത്. ഇനി ഞാൻ പറയാതെ നീ എങ്ങാനും ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ, സാർ എന്തൊക്കെയാണ് പറയുന്നത്? മാഡം അത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? മാഡമോ? നിൻ്റെ അമ്മയല്ലേ ഇത്? അമ്മ എന്ന് പറയുമ്പോൾ സാർ എന്ന് വിളിക്കുകയാണ് അലീന. എന്താണെങ്കിലും മാഡം അതിന് സമ്മതിക്കത്തില്ല. ഞാനിനി വീട്ടിൽ നിൽക്കരുത് എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ സാറ് വരാത്തത് കാരണമാണ് ഞാൻ ഒരു ദിവസം കൂടി നിന്നത്. സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പോകാനാണ് ഇരുന്നത് എന്നൊക്കെ അലീന പറയുമ്പോൾ, ഇനി അതൊന്നും നടക്കത്തില്ല. ഞാൻ പറയാതെ വീടിൻ്റെ പടി നീ ഇറങ്ങി പോവരുത്. നീ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും
കൂടെ ഞാനും ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറയാണ്. അലീനയോട് ബാലചന്ദ്രൻ ആകെ ഇടങ്ങേറിലാവുകയാണ്. ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് അലീന ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മനു കയറി വരുന്നത് കേട്ടോ. അപ്പം മനു കയറി വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരം നിർത്തുകയാണ്. തൽക്കാലം മനുവിനോട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും ബാലചന്ദ്രനോ അലീനയോ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പം മനു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ പറ്റിയത് അങ്കിളിന്? അങ്കിൾ എങ്ങോട്ടാണ് പോയത്? അങ്കിളിനെ പറ്റി ഒരു വിവരവും ഇല്ലാണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു. എപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കണമെന്നില്ലല്ലോ. അങ്ങനെയാണോ എല്ലാവരും ഇത്രയും നാളും ഇവിടെയൊക്കെ ജീവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്കിള് പറയണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. എന്താണെങ്കിലും അങ്കിള് വെറുതെ അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് പോവില്ല എന്ന് എനിക്കറിയാം. എന്തോ ഒരു കാര്യം അങ്കിളുടെ മനസ്സിന് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് അങ്കിളിന് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നത് എന്നൊക്കെ പറയാണ് മനു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു നീ പറയുന്നത് ശരിയാണ്, നീ അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, നിനക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയാം. നീ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മനസ്സിൽ അത്രയും പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. തൽക്കാലം അത്രയും മാത്രം അറിഞ്ഞാൽ മതി, നീ സമയം വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറയാണ് അലീനയെ ഒന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ചെക്കപ്പിന് വരുന്നുണ്ട്. ആ സമയത്ത് മനു അലീനയും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തെങ്കിലും പറഞ്ഞോ, എന്താണ് സംഭവം എന്ന്, അങ്കിൾ എവിടെയാണ് പോയതെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീനയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അലീന പറയുന്നില്ല. എന്നാലും അങ്കിളിന് എന്തായിരിക്കും പറ്റിയത്? അങ്കിളിന് അത്രയും മാനസികമായിട്ട് തളർത്തുന്ന എന്ത് വിഷയമായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക എന്നിങ്ങനെ മനു ചോദിക്കുകയാണ്. ആ സമയത്തൊക്കെ അലീനയുടെ മുഖം വല്ലാണ്ട് ഇങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ. അലീനയാണല്ലോ ഇതിൻ്റെ മെയിൻ കാരണക്കാരി. അപ്പം അറിയില്ല മനുവേട്ടാന്ന് പറയണേ. ഇത്രയും വർഷമായിട്ട് എനിക്ക് അങ്കിളിനെ അറിയാം. ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എപ്പോഴും അങ്കിളിനെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക വിഷമം ഉള്ളതായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഒരു പക്ഷേ വൈജയന്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാവാം, പക്ഷെ അതൊക്കെ സോൾവ് ചെയ്യുന്നത് അങ്കിള് തന്നെയായിരുന്നു. അങ്കിൾ അത്രയും കൂളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്കിളിന് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്നിങ്ങനെ മനു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, മറുപടി ഒന്നും കൊടുക്കുന്നില്ല. എന്താണെങ്കിലും അങ്കിള് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ എന്താണ് നിൻ്റെ തീരുമാനം? നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മനുവേട്ട എൻ്റെ കാര്യങ്ങളൊന്നും. ഇനിയിപ്പോൾ സാറ് ഇങ്ങനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് പോവുക എന്നൊക്കെ ചോദിക്കണം. തൽക്കാലം താൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ മനുവേട്ടൻ ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ, മനുവേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, അവിടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായെന്ന് അറിയത്തില്ല, ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അലീന പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവാണ് പിന്നെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ എന്താണെങ്കിലും ബാലചന്ദ്രൻ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യം അലീനയെ അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലും വീട്ടിലൊക്കെ കെയർ ചെയ്യുന്നതൊക്കെ അലീനയാണ്. അങ്ങനെ അലീനയുടെ കെയറിങ് ഒക്കെ കുറച്ച് കൂടുതലായി പോകുന്നത് പോലെ വൈജയന്തിക്ക് തോന്നുകയാണ്. അപ്പോൾ വീണ്ടും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും അലീനയെ പറഞ്ഞേക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് വൈജയന്തി. പക്ഷേ ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അലീനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ആ തീരുമാനത്തിൽ ആകെ തകിടം മറഞ്ഞു പോവുകയാണ് വൈജയന്തി. പിന്നീട് അവരുടെ കുടുംബ ബന്ധം നല്ല പോലെ വഷളായിട്ടാണ് മുന്നോട്ട് പോണത്. വൈജയന്തിയും ബാലചന്ദ്രനും ശരിക്കും ശത്രുക്കളെ പോലെയാണ് പിന്നീട് പെരുമാറുന്നതൊക്കെ കേട്ടോ. കാരണം അത്രയും ഒരു വലിയ ചതിവ് പറ്റിയൊരു മനുഷ്യനാണ് ബാലചന്ദ്രൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈജയന്തിയെ എല്ലാവരും കൂടി ചതിച്ചതാണ് ആ ഒരു ചതിയിൽ. പക്ഷെ ആ ചതിയിൽ നിന്ന്
മറ്റൊരു ചതി ഉണ്ടായി എന്ന് മാത്രം. പക്ഷേ എന്താണെങ്കിലും ബാലചന്ദ്രനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അയാൾ 22.5 വർഷക്കാലം പറ്റിക്കപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ഇനി പിന്നീടാണ് ബാലചന്ദ്രൻ അലീനയോട് കൂടുതൽ അടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.